രണ്ടക്ഷരം കേവലം വി എസ് എന്ന ആ രണ്ടക്ഷരം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മനസ്സാക്ഷിയായിരുന്നു. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കേരള മനസ്സാക്ഷിയായിരുന്നു ആ രണ്ടക്ഷരം. ആ മനസ്സാക്ഷിയുടെ ആ ശബ്ദം നിലയ്ക്കുന്നു എന്നത് അങ്ങേയറ്റം വിഷമത്തോടെയാണ്, അങ്ങേയറ്റം ദുഃഖത്തോടെയാണ് കേരളം ആകെ കേൾക്കുന്നത്. രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത്, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ വി എസ് എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും അവരുടെ ഒരു ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു 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 കുറേ കാലഘട്ടം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ സന്ദർഭങ്ങൾ പോലും എത്രത്തോളം ഉണ്ടായിരുന്നു. ഇവിടെ പോരാട്ടം നടത്തുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുക, കർഷകർക്കൊപ്പം, കർഷക തൊഴിലാളികൾക്കൊപ്പം, സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ ഇതൊക്കെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നും ഇതൊക്കെ പോരാട്ടങ്ങളിലൂടെ പരിഹരിക്കേണ്ടതാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക്, കേരള ജനതയ്ക്ക് തോന്നിച്ചത്, അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചത്, തോന്നിപ്പിച്ച നേതാവ് കൂടിയായിരുന്നു വി എസ്. അതുകൊണ്ടാണ് വി എസിൻ്റെ വേർപാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം, നമുക്കറിയാം, 102 വയസ്സായി, അങ്ങേയറ്റം മോശമായ ആരോഗ്യ നിലയിലൂടെ, സ്ഥിതിയിലൂടെ കടന്നു പോവുകയായിരുന്നു അദ്ദേഹം. അപ്പോഴൊക്കെ വി എസ് തിരികെ വരും, അല്ലെങ്കിൽ വി എസ് തിരികെ വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത്, കേരളം ആഗ്രഹിച്ചു പോകുന്നത്, അദ്ദേഹം നമ്മളെ നയിച്ച ആ പോരാട്ടങ്ങളുടെ കാലഘട്ടം, സമുജ്വലമായ കാലഘട്ടം നമ്മളുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം നടത്തിയ സമരങ്ങൾ അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒക്കെ പ്രതീകമായി അവർക്കൊക്കെ വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അത് നമ്മളുടെ ഓരോരുത്തരുടെയും പോരാട്ടമായിരുന്നതുകൊണ്ടാണ് ആ രണ്ടക്ഷരം എന്നത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായി മാറുകയും ചെയ്യുന്നത്. വി എസ് നമ്മളുടെ ഒപ്പമില്ല എന്ന് ഈ ഘട്ടത്തിൽ വളരെ വിഷമത്തോടെ, അങ്ങേറ്റം ദുഃഖഭാരത്തോടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് പറയേണ്ടി വരുന്നത്. വി എസിന് മുമ്പും ശേഷവും എന്ന മട്ടിൽ കേരള രാഷ്ട്രീയം മാറി മറിയുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട കാലത്ത് കേരളത്തിലെ തെരുവോരങ്ങളിൽ നടന്ന ഐതിഹാസികമായ സമരവും പ്രതിഷേധവും ഒക്കെ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ ഭൂമികയിലും അത്തരത്തിലുള്ള സമരങ്ങൾ ഒരു നേതാവിന് വേണ്ടി ഈ കാലത്ത്, നമ്മൾ ഈ 2000 കഴിഞ്ഞ് അത്തരമൊരു സമരം, അത്തരമൊരു ജനങ്ങൾ തെരുവിലിറങ്ങി ഒരു നേതാവിന് വേണ്ടി ആർത്തലയ്ക്കുന്ന, അലമുറയിടുന്ന അത്തരം സമരങ്ങൾ നമ്മളുടെ കൺമുന്നിലില്ല. അതുകൊണ്ട് അത്തരം സമരങ്ങൾക്കൊക്കെ വേദിയായതുകൂടിയാണ് കേരളം. അതിനൊക്കെ കാരണമാവുകയും ചെയ്തതാണ് വി എസ് എന്ന ആ രണ്ടക്ഷരം. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്നത് നമ്മളുടെ പോരാട്ട വീര്യങ്ങളുടെ ആകെ ആറ്റിക്കുറുക്കിയെടുത്ത പേരായി മാറുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം കേരള മനസ്സാക്ഷിയുടെ നിലയ്ക്കാത്ത ശബ്ദമാകുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം കേരളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ആകെ പ്രതീകമാകുന്നത് അതുകൊണ്ടാണ്. വി എസ് കേരളത്തിൻ്റെ സമരങ്ങളുടെ മുഴുവൻ നായകനാകുന്നതും മുഴുവൻ സമരങ്ങളുടെയും പ്രതീകമാകുന്നതും അതുകൊണ്ടാണ്. നമ്മളെ പോരാട്ടങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ഊർജ്ജം നൽകുന്ന, അല്ലെങ്കിൽ എല്ലാ പോരാളിക്കും ഊർജ്ജം നൽകുന്ന രണ്ടക്ഷരമായി വി എസ് നമ്മളുടെ മുന്നിൽ എക്കാലവും നിലകൊള്ളുന്നതും അതുകൊണ്ടാണ്. എത്രയോ സംഭവ പരമ്പരകൾ നമ്മളുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. വി എസ് അച്യുതാനന്ദൻ നയിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ കാലം തന്നെ മാറ്റിമറിച്ച് എത്രയോ സംഭവ പരമ്പരകൾ നമ്മളുടെ കൺമുന്നിലൂടെ, നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അത് എത്രയോ സംഭവങ്ങൾ നമ്മൾ അതിൻ്റെ ഭാഗമാവുകയും അതിൻ്റെ ഒപ്പം പോവുകയും ചെയ്ത എത്രയോ പതിറ്റാണ്ടുകൾ നമ്മളുടെ മുന്നിലുണ്ട്. ഐതിഹാസികമായ ഒരു ജീവിതം അതായിരുന്നു യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങേയറ്റം കഷ്ടതകളിലൂടെ അദ്ദേഹത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ കടന്നു പോകുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചെങ്കൊടിയേന്തി അദ്ദേഹം നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ, സമര മുഖങ്ങളിലെ കത്തിച്ചൊലിക്കുന്ന സാന്നിധ്യമായി ലക്ഷങ്ങളെ നയിച്ച വി എസ് അച്യുതാനന്ദൻ ഏതെങ്കിലും ഒരു സമയത്ത് വി എസ് എവിടെയെങ്കിലും തളർന്നിരിക്കുന്നത്, എവിടെയെങ്കിലും പോരാട്ടം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ ഊർജ്ജമില്ല എന്ന് മുഖത്ത് ഏതെങ്കിലും ഒരു ഭാവം കൊണ്ടുപോലും തോന്നിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സജീവമായ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റ ഘട്ടങ്ങളുണ്ട്. ആ തോറ്റ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ആ ദിവസം, ആ മണിക്കൂറിൽ മാധ്യമങ്ങളോട് അദ്ദേഹം അടുത്ത് നടത്താൻ പോകുന്ന പോരാട്ടത്തിൻ്റെ ആ പോരാട്ട മുഖത്തെ പറ്റിയാണ് സംസാരിച്ചത്. അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തു പോകേണ്ട ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സമയവും അദ്ദേഹം അടുത്ത പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ അഴിമതിക്കെതിരെ, പരിസ്ഥിതി വിഷയങ്ങളിൽ, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ ഭൂമി, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭൂമി രാഷ്ട്രീയം ഇത്രത്തോളം പഠിച്ച് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ച, അതിന് പരിഹാരം കാണാൻ അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ നിയമനിർമ്മാണം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ അണുവിട വ്യതിചലിക്കാതെ, ഒരു തുള്ളി വെള്ളം അതിൽ ചേർക്കാതെ, ആ വിഷയങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അതിൻ്റെ എൻഡിൽ, അതിൻ്റെ അവസാനം കാണുന്നത് വരെ
അതിനൊപ്പം നിന്ന ആത്മാർത്ഥതയുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി നോക്കിയാൽ VS അച്യുതാനന്ദൻ എന്നെല്ലാവരും വിളിക്കുന്ന സഖാവ് VS. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ പോരാട്ടം കേവലം അധികാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല. അദ്ദേഹം ഭരണത്തിലുള്ളപ്പോഴും അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം എല്ലാ കാലത്തും എന്താണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. എവിടെയും അദ്ദേഹത്തിൻ്റെതൊരു പ്രതിപക്ഷ ശബ്ദമായി ഉയർന്നു കേൾക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ എത്രയോ തവണ കണ്ടതാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെത് ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെയും ഒരു പോരാട്ടം നടത്തുകയായിരുന്നു. കോടതികളെ ഫലപ്രദമായ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ അദ്ദേഹം കോടതികളോടൊപ്പം അല്ലെങ്കിൽ കോടതിയിലേക്ക് വിഷയങ്ങൾ എത്തിക്കുക, അതിനോടൊപ്പം നിൽക്കുക, അതിന് ജനകീയ പിന്തുണയോടെ കോടതികളിലെ പോരാട്ടങ്ങൾ നടത്തുക, നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുക, വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുക, പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ വലിയ പോരാട്ടങ്ങൾ അങ്ങേയറ്റം വിജയം കാണുന്നത് വരെ, അതിൻ്റെ എൻഡിൽ വരെ അതിനൊപ്പം നിൽക്കുക. സ്ത്രീ വിഷയങ്ങളിൽ എന്താണ് സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് കേരളത്തിൻ്റെ തെരുവിലൂടെ നടത്തുമെന്ന് പറയാൻ ആർജവം കാട്ടിയ, അല്ലെങ്കിൽ അന്നും ഇന്നും അങ്ങനെ പറയാൻ അതിന് പറ്റുമെന്ന് തെളിയിച്ച ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം നടത്തിയ പരിസ്ഥിതി വിഷയങ്ങളിലെ പോരാട്ടങ്ങൾ അത് ഒരുപക്ഷെ ഐതിഹാസികമാണ്. VSൻ്റെ അത്തരം പോരാട്ടങ്ങൾ മതികെട്ടാനിലും മൂന്നാറിലും അങ്ങനെ നമ്മൾ എണ്ണമറ്റ എത്രയോ സമരമുഖങ്ങളിൽ ഭൂമിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭൂമി രാഷ്ട്രീയം എന്ന ഒരു പദം നമ്മളുടെ പദാവലിയുടെ ഭാഗമാക്കിയതിൽ VS എന്ന നേതാവിനുള്ള പങ്ക് എത്രയോ വലുതാണ്. CPMൻ്റെ തിരുവനന്തപുരത്തൊരു ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഭൂസ്വാമിമാർ എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നീട് മുഴുവൻ പത്രങ്ങളുടെയും തലക്കെട്ടായി ഭൂസ്വാമിമാർ എന്ന പദം മാറുന്നത് പിൽക്കാലത്ത് നമ്മൾ കണ്ടതാണ്. ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നവർക്കെതിരെ നടത്തേണ്ടുന്ന വലിയ സമരങ്ങളുടെ നിയമ പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂസ്വാമിമാർ എന്ന പ്രയോഗം. അങ്ങനെയും VS അച്യുതാനന്ദൻ തുടങ്ങി വെച്ച എത്രയോ പോരാട്ടങ്ങളാണ് പിന്നീട് കേരളം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. നെൽവയൽ തണ്ണീർത്തട നിയമം പോലെ കേരളത്തിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ഇടപെടലുകൾ, അത് ഒരുപക്ഷെ കേരളത്തെ കേരളമായി നിലനിർത്തുന്നതിൽ, ഈ കേരളത്തിൻ്റെ ഭൂമിയെ കേരളത്തിൻ്റെതായി നിലനിർത്തുന്നതിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ, ഒരു ഭരണാധികാരി, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ VS അച്യുതാനന്ദൻ വഹിച്ച പങ്ക് എത്ര വലുതാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നു, ഓർക്കുന്നു, നന്ദിപൂർവ്വം സ്മരിക്കുന്നു.